ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ അടക്കം ഒഴിപ്പിച്ച് തീയിട്ട് നശിപ്പിച്ച ഗസയിലെ ഖമാൽ അദ്വാൻ ആശുപത്രിയിൽ ഇസ്രായേൽ സേന നടത്തിയത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ. കടുത്ത ദുരിതങ്ങൾക്കിടയിലും രോഗികളെ പരിചരിക്കാൻ സ്വയം സമർപ്പിച്ച നഴ്സുമാരെയും ഡോക്ടർമാരെയും ക്രൂരമായ ആക്രമണത്തിനും ലൈംഗിക പീഡനത്തിനും ഇരയാക്കിയതായി ജനീവ ആസ്ഥാനമായിട്ടുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രസ്ഥാനമായ യൂറോമെഡ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്തു. ആശുപത്രിയിൽ ജീവനക്കാരടക്കമുള്ളവരെ സൈന്യം പരസ്യമായി വെടിവെച്ചു കൊന്നതായും തട്ടിക്കൊണ്ടുപോയ ഖമാൽ അദ്വാൻ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഹുസാമ ഫുസാഫിയ അടക്കമുള്ളവരെ കുറിച്ച് ഇപ്പോഴും വിവരമില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. സ്ത്രീകളുടെ വസ്ത്രമുരിയുകയും ദേഹത്ത് ബലപ്രയോഗത്തിലൂടെ സ്പർശിക്കുകയും ചെയ്തു. ഏറെ നാളായി ഇസ്രായേൽ അധിനിവേശ സേന നിരന്തരം ആക്രമണം അഴിച്ചുവിട്ട ഉത്തര ഗസയിലെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഏക ആശുപത്രിയായ ഖമാൽ അദ്വാനിൽ വെള്ളിയാഴ്ചയാണ് സർവ്വവും നശിപ്പിച്ച് അഴിഞ്ഞാടിയത്. രോഗികളെയും ജീവനക്കാരെയും അടക്കം ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗികവും ശാരീരികവുമായ ആക്രമണങ്ങൾ നടത്തിയതിന് ഞങ്ങൾ ദൃക്സാക്ഷികളായതായി സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ യൂറോമെഡ് മോണിറ്ററിന് മൊഴി നൽകി. ആശുപത്രിയിലുണ്ടായിരുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രായേൽ സൈനികർ ഭീഷണികൾക്കും അധിക്ഷേപങ്ങൾക്കും നിന്ദ്യമായ ശാരീരിക ഉപദ്രവത്തിനും വിധേയരാക്കിയതായി യൂറോമെഡ് മോണിറ്റർ പറഞ്ഞു. നിരവധി പേർ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നഴ്സിന്റെ വസ്ത്രം ഇസ്രായേൽ പട്ടാളക്കാരൻ ബലം പ്രയോഗിച്ച് അഴിപ്പിക്കുകയും എന്നിട്ട് അവരുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കാൻ ശ്രമിക്കുകയും അത് തടയാൻ അവർ ശ്രമിച്ചപ്പോൾ മുഖത്ത് ശക്തമായി അടിച്ച് അവരുടെ മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്തുവെന്ന് ദൃക്സാക്ഷിയായ ഒരു സ്ത്രീ യൂറോ മെഡ്ഫീൽഡ് ടീമിനോട് പറഞ്ഞിട്ടുണ്ട്. പലരുടെയും വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിയതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നു. മാനസിക വിഭ്രാന്തിയുള്ള കുട്ടിയടക്കം ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നതായി 44-കാരനായ പാരാമെഡിക്കൽ സ്റ്റാഫ് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.